ഒരു മനുഷ്യൻ പുഴയിൽ വീണാൽ ആ പുഴയിൽ വീണ മനുഷ്യൻ കരയിലെ ജിന്നിനെ വിളിച്ചാൽ, അഥവാ പുഴയിൽ വീണ് മുങ്ങിത്താടുന്ന ഒരാൾ വിളിക്കുകയാണ്, എന്റെ ശബ്ദം കേൾക്കുന്ന കരയിലെ ജിന്നെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല. വിളിക്കാൻ പാടുണ്ടോ? വിളിക്കാൻ പാടില്ല, ഹറാമാണ്. വിളിച്ച ശിർക്കാണോ? ശിർക്കല്ല, ഹറാമു മാത്രമേ ആകൂ. കാര്യം എന്താ? അഖ്സാ ആയത്തിൽ ഖുദൂ' വതദല്ലുൽ അവിടെ ഇല്ല. അതാണ് പുഴയിൽ വീണ ആള് കരയിലെ ജിന്നിനെ വിളിച്ചാൽ അവിടെ അഖ്സാ ആയത്തിൽ ഖുദൂ' വതദല്ലുൽ ഇല്ല. ഈ വാദം മാന്യ സഹോദരങ്ങൾ നമ്മൾ അംഗീകരിക്കണോ? പിന്നെ അഭൗതിക സൃഷ്ടികളല്ലേ, അഭൗതിക സൃഷ്ടികളോട് സഹായം ചോദിയ ശിർക്കല്ലേന നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഈ അഭൗതികം, അദൃശ്യം, കാര്യകാരണ ബന്ധത്തിന് അതീതം, ഇതൊക്കെ ഒരേ അർത്ഥത്തിലാണ്. അതൊന്നും കണ്ണ് കാണാത്തതെന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോ ഇവിടെ ഉദാഹരണം പറഞ്ഞു, ഉമർ മൗലവിയുടെ തൗഹീദാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ്? പുഴയിൽ വീഴുന്ന സന്ദർഭത്തിൽ കരക്കുള്ള ജോസഫേ എന്ന് വിളിച്ചാൽ അത് ശിർക്കല്ല. കാരണം ജോസഫ് വരുന്നതും നീന്തി വന്ന് രക്ഷപ്പെടുന്നതും നമ്മൾ കാണുന്ന മാർഗത്തിലാണ്. മൊയ്തീൻ ഷെയ്ഖേ എന്ന് വിളിച്ചാൽ ശിർക്കാണ്, കാരണം അത് കാണാത്ത മാർഗത്തിലാണ്. ഈ അദൃശ്യം എന്നതിന് കണ്ണ് കാണാത്താന്ന് അർത്ഥം അല്ല. അത് മാത്രമല്ല, അതിനർത്ഥം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കുക എന്നാണ്. മനസ്സിലായില്ലേ? ജോസഫ് സഹായിക്കുന്നത് മനുഷ്യൻ അള്ളാഹു കൊടുത്തിട്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് ജോസഫിനോട് നമ്മൾ ചോദിക്കുന്നതും. മൊയ്തീൻ ഷെയ്ഖിനോട് ചോദിച്ചാൽ മൊയ്തീൻ ഷെയ്ഖ് മരിച്ച ആളാണ്, അയാൾക്ക് അങ്ങനെ കഴിവില്ല, ഇല്ലാത്ത കഴിവാ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ അഭൗതിക വിശ്വാസം വരും, അഖ്സാ ഗായത്തിൽ ഖുദൂ' വരും. കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ അഖ്സാ ഗായത്തിൽ ഖുദൂ' വതദല്ലുൽ വരൂല. അവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്നിപ്പോ നമ്മൾ എന്നെ പറഞ്ഞു. ഇനി ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്നു ഉണ്ടെങ്കിൽ എന്നെ കരക്കേറ്റ് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത്, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. പക്ഷെ ആ വിളി കൊണ്ടാൽ ഇസ്ലാമിന്ന് പുറത്തു പോകൂല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഹറാമ് ചെയ്തു, വസീലയിൽ ശിർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് കാരണം എന്താ? ഇവിടെ എന്റെ ഒച്ച കേൾക്കുന്നത് ഇപ്പരിധിയിലുണ്ട് എന്നാണ് അയാളെ മനസ്സിലുള്ളത്. അപ്പോ മനസ്സിൽ അഖ്സാ ഗായത്തിൽ ഖുദൂ' വതദല്ലുൽ വരുന്നില്ല. അവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്നിപ്പോ നമ്മൾ എന്നെ പറഞ്ഞു. ഇനി ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്നു ഉണ്ടെങ്കിൽ എന്നെ കരക്കേറ്റ് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത്, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. പക്ഷെ ആ വിളി കൊണ്ടാൽ ഇസ്ലാമിന്ന് പുറത്തു പോകൂല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഹറാമ് ചെയ്തു, വസീലയിൽ ശിർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് കാരണം എന്താ? ഇവിടെ എന്റെ ഒച്ച കേൾക്കുന്നത് ഇപ്പരിധിയിലുണ്ട് എന്നാണ് അയാളെ മനസ്സിലുള്ളത്. അപ്പോ മനസ്സിൽ അഖ്സാ ഗായത്തിൽ ഖുദൂ' വതദല്ലുൽ വരുന്നില്ല. കണ്ടോ? ഇത് പറയാനാണത്രേ സ്റ്റേജ്. ഇത് കേരളത്തിൽ മുജാഹിദിന്റെ സ്റ്റേജിൽ പ്രസംഗിക്കാൻ പറ്റൂല. അതുകൊണ്ടാ വേറെ സ്റ്റേജ് കിട്ടേണ്ടത് സംഘക്കാർ. ആ സംഘക്കാർക്ക് വേറെ സ്റ്റേജ് കിട്ടേണ്ടി വന്നത് എന്തുകൊണ്ടാ? ഇത് ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിൽ പറയാൻ പറ്റൂല. പുഴയിൽ വീണ ഒരാൾ കരയിലെ ജിന്നിനെ വിളിച്ചാൽ, എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള റേഞ്ചിലുള്ള ജിന്നിനെ വിളിച്ചാൽ അത് ശിർക്കല്ല, പിന്നെയോ ഹറാമേ ആകൂ. ഹറാമേ അത്രേ ആകുള്ളൂ, ഹറാമേ ആകുള്ളൂ. കാര്യം എന്താ? അഖ്സാ ഗായത്തിൽ ഖുദൂ' വതദല്ലുൽ അതിലില്ല. അതുകൊണ്ടാ ശിർക്കാകാത്തത്, ഹറാമേ ആകുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, അതെങ്ങനെ ഹറാമാകും? അതെങ്ങനെ ഹറാമാകും? പറയണം, എങ്ങനെ ഹറാമാകും? ഇനി വിശദീകരണ യോഗം വെക്കുന്ന ആൾക്കാർ പറയേണ്ടതാ, ഇതെങ്ങനെ ഹറാമാകും?